കപ്പ മണ്ണി കൊട്ട് നമ്മളിനി കപ്പ വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. അത് അവിടെ നിന്ന് തൊലി പോയാലും കഴിച്ചു വരെ വേണ്ടു. ഈ കുട്ടികൾ ഇതൊക്കെ ഇരിക്കുക അവിടെ. ഇതാ ഗൈസ് കപ്പ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതട്ട മുറിച്ച് നമുക്ക് എന്നിട്ട് കപ്പ നിന്ന് നോക്കാം. അത് അങ്ങനെ കട്ടി തിന്നെ അങ്ങനെ തിന്നണ്ടേ. എനിക്ക് ഒരെണ്ണം ഫുൾ വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളുടെ കപ്പ കഴിക്കാനായി നമ്മളൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ പേര് പറയൂ. എന്റെ പേര് ലൈല. ക്യാമറമാൻ വരൂ. സൈഡിൽ ഇരുന്ന് കുക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ നമ്മളിതാ കപ്പയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി നമുക്ക് ഇതായി വെള്ളത്തില് പോയ വെള്ളത്തില് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ കാണിക്കും. അപ്പൊ നമുക്ക് ആ പ്ലേറ്റ് ഒന്ന് താടി ഈ പ്ലേറ്റിലേക്ക് ഇടാനോ വേണ്ട അങ്ങനെ വെച്ചോ. വെള്ളം പോണ്ടാട്ടോ. ഇനി അങ്ങോട്ട് ഒന്നുകൂടി കഴുകിട്ട് അതിൽ തന്നെ ഇട്ടോ. ഒന്നുകൂടി കഴുക്. വൃത്തിയാണ്. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് പുഴയുടെ ഇനി ഞങ്ങൾ കല്ലെടുക്കാൻ പോവാണ്. കല്ലെടുക്കണം. നമുക്ക് കല്ലെടുത്തിട്ട് വരാം. അപ്പൊ ഞങ്ങള് കല്ല് പെറുക്കുകയാണ്. ഒരു കല്ല് പെറുക്കി. അതൊന്നും തരില്ല. ഇവളുടെ ഫോണിലുള്ളതൊക്കെ എന്റെ വീഡിയോ ആണ് കേട്ടല്ലോ ഗൈസ്. എന്റെ വീഡിയോ ആണ്. ദിസ് ഈസ് ഇതൊക്കെ ഞങ്ങളുടെ വിറകാണ് ഗൈസ്. വിറക് ശരി, ഞങ്ങൾ കല്ലൊക്കെ പെറുക്കി. വെക്കി വീഡിയോ എടുക്കാണ്. അപ്പൊ ഞങ്ങക്ക് അടുപ്പ് സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് വെള്ളം മുക്കിയെടുക്കാം. നീ ഇപ്പൊ കത്തിക്ക് കഴിഞ്ഞ് മുക്കാനും കൊക്കാനും നിൽക്കണം. എന്റെ ഫോൺ എവിടത്താ? ആ ചുള്ളി വിറക് എടുക്കടി. എന്നാ എടുത്തു കൊടുക്കറേ. വീഡിയോ ആണ് ഗൈസ്. ഞങ്ങൾ ചിരിക്കും ഗൈസ്. പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. നല്ല കാറ്റും ഉണ്ട്. രമ്യ ചിരിക്കും. രമ്യ എന്നാലും എന്റെ തേക്കിന്റെ കത്തിപ്പോയി. ഇത് നിങ്ങൾ കാണുക. അടച്ചു വെക്കാൻ ഇവളല്ലാതെ ആരെയും എടുക്കുകയല്ല. അത് തിളക്കുന്നുണ്ട്. ചെറിയ തള വരുന്നുണ്ട്. ഞങ്ങൾ ഉള്ളി തൊലി കളയാൻ പോവാണ്. എരിവല്ലേ, അത് മതി. അതൊക്കെ മതി. 4 പച്ചമുളക്. നമുക്ക് ഉള്ളി തൊലി കളയാം. നിങ്ങളെ കാണില്ല, പേടിക്കണ്ട. ഒരാളൊരു ഐഡിയ പറഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് കല്ലിൽ കൊട്ടിയിട്ട് ചമ്മന്തി അരക്കും. കല്ലൊന്നും ഇവിടെ കാണാനില്ല. അപ്പൊ ഞാൻ എന്റെ ഐഡിയ തന്നെയാണ് ഈ ചിരട്ടയിൽ വെച്ചടിക്കുന്നത്. ചിരട്ട പൊട്ടും. ചിരട്ട നമ്മൾ കഴുകും. ഇപ്പൊ ഇതിലിട്ട് വൃത്തിയാക്കി ഇടുന്നേ ഉള്ളൂ. പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചായ വെക്കാനുള്ള പാല് ഗൈസ്. അടുത്തുനിന്ന് ട്രോളുന്നു. ഒരു ചിരട്ട കഴുകും. പൊള്ളിയും കട്ടനുമാണില്ലേ ടേസ്റ്റ്. പാലും അപ്പാണ്. ഞങ്ങളെ പപ്പാണ്. ബാക്കിയുള്ള വെള്ളപ്പോ ഒരു ചട്ട കഴുകാനും എടുക്കുമ്പോ കുട്ടി കപ്പ കഴുക ഒരു കുടം വെള്ളമാണ് തീർത്തി. അതോ അവിടെ കഴുകിട്ട് വന്ന സാധനത്തിന് അത് ആ വെള്ളല്ലേ നമ്മള് ഹൈജീനിക് ആവണ്ടേ. ഭയങ്കര ഹൈജീനിക്കാ. കൊറേ ഒഴിച്ചു കളഞ്ഞിട്ട്
എന്തേലും എടുക്കാം. അപ്പൊ എന്തേലും ചതക്കുന്ന ആര് കാണും? എന്തേലും എടുക്ക. രണ്ടിലും കൂടി എടുക്ക. അരയും കുറച്ച് ഇട്ടാൽ നമ്മൾ തിന്നാൻ കൊണ്ടുവന്ന കാര്യം നമ്മളെ മറന്നുപോയി. കഴുകാണ്ട ഇതെന്ത് കഴുകാണ്? മുറിക്കണ്ടേ അത് മേലെ ഇടണ്ടാക്കി കത്തില് വരുമ്പോ അത് വീഡിയോ എടുക്കണ്ട തിന്ന സാധനം. മാതെല്ലാം മുറിക്കാൻ നല്ല അറിയാം. ഇത് കറക്റ്റ് നമ്മള് വീഡിയോ എല്ലാം കണ്ണൂരിൽ മൊത്തം വരും ഗൈസ്. എത്രേണ്ടി കിലോ 240 ഉറുപ്പിക എടുത്ത് മേടിച്ചത് നോക്കി നിങ്ങൾ. കാരണം ഇതെന്ത് പോലെ എന്തോ ഇതൊക്കെ ടാസ്ക് ആണ്. വല്ല ഓറഞ്ച് ആപ്പിൾ ആണെങ്കിൽ കടിച്ചിരുന്ന സുഖം. ഇത് മതിയാ പോരെ? മതി മതി. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പൂട്ടാ. സെറ്റ്. ഇത് സെറ്റാ. പക്ഷെ അത് നടക്കണില്ല കാറ്റായിട്ട്. ഇത് മതി. കുറച്ചുകൂടി പോരെ? മതി. അപ്പൊ ഞാൻ എങ്ങനെ എടുക്കുക തള്ളേ? ഒഴിച്ചു. ആവുമൊന്നുമില്ല. ഇത് കുറച്ച് തന്നെ ഉള്ളൂ. വൈഞ്ഞെട്ടൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കാൻ ടേസ്റ്റ്. നീ എടുക്കടി. ഞാൻ നമുക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ പിടിക്കുന്നേ. എനിക്ക് ചോറിനാ തോന്നും. താത്ത ചോറിന്റെ വീട്ടില് വീഡിയോ എടുക്കാൻ അതോ ചോറുണ്ട്. ഇതെന്നത് പിടിക്കുന്നേ. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടത് കൂടിപ്പോയി. ഈ അമ്മായിയാണ് മഞ്ഞപ്പൊടി ഇട്ടത്. ഞാൻ പറഞ്ഞു വേറെ തവി എടുക്ക. ഒരു കഷ്ടം. ഒരു മഞ്ഞപ്പൊടി നോക്ക്. ഇതാ കിഴങ്ങൊക്കെ നീളക്കര കിടക്കണു. ഒരെണ്ണത്തെ പരല. നീയല്ലേ പറഞ്ഞ അങ്ങനെ ഇട്ടാ മതി. ഞാൻ അത്ര വലുതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഇതെന്താണ്? അപ്പൊ ഇതെന്താണിത്? അവളെ കുറ്റം പറയാൻ മാത്രമേ ഫോൺ എടുത്ത് തരുന്നതാണ് രുബീസ് വ്ലോഗ്. നല്ല ചന്തമുണ്ട്. കപ്പയാണെന്ന് ആരും പറയില്ല. ഇത് പൊട്ടു വന്നതാണ് പ്ലേറ്റ്. അങ്ങനെയൊന്നും പൊട്ടില്ല. പ്ലേറ്റിന് അപമാനിക്കരുത്. നീ ഒന്ന് മാറും. മാറാ. തീ കത്തിക്കണ്ടേ ഗൈസ്? കുറച്ച് പാൽ ഒഴിച്ചാൽ മതി. ഫുൾ മതിയാ. പിന്നെ എന്തിനു അങ്ങനെ കൊണ്ടുപോകാനാ? അല്ല അതിൽ കൊള്ളുവാ. കൊള്ളൂല്ലേ? കൊള്ളുന്ന അത്രയും നമ്മള് പാലൊഴിക്കുക ഗൈസ്. എണ്ണ എടുക്കുക ഗൈസ്. നമ്മൾ ഒരു പാക്കറ്റ് പാല് മുഴുവൻ എടുത്തിരിക്കും. അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. എമ്മയും ചായ കുടിക്കില്ലല്ലോ. ഗൈസ് നമ്മള് പാല് വെച്ചിട്ടുണ്ട്. ഇത് വേഗം തിളയ്ക്കുന്നതാണ്. ഇപ്പൊ തന്നെ കുമിളകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വരും. ഇനി നമ്മള് ചായപ്പൊടി ഇടാൻ പോവാണ്. ഞാൻ ഇതെന്തോ പോലെ ഡ്രസ്. അമ്മ മൂഞ്ചി കുത്തി അതിന്റെ ഉള്ളിലേക്ക് വീണ. നമ്മളിപ്പോ തന്നെ പഞ്ചസാര ഇടാൻ പോവാണ് കേട്ടാ. അത് തിളച്ച് പൊങ്ങിയ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. കാരണം തിളച്ച് പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ തന്നെ കൈ പൊള്ളിപ്പോ. ഓക്കെ. ഇനി ഇതെന്താണ്? ഇത് മതിയോ പഞ്ചസാര? കുറച്ച് മധുരം വേണ്ടേ? നിറയിട്ട് 3 സ്പൂൺ അത്ര ഇട്ടില്ലേ? ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മളുടെ ചായപ്പൊടി ഇടാം. നല്ല മണമുള്ള ഏവിറ്റി ചായപ്പൊടി. ഏവിറ്റി ഒന്നും അല്ല, അതാ കിറ്റിന്റെ കൂടെ കിട്ടിയതാണ്. കുറച്ച് കൂടുതൽ ഇട്ടോ. അത് തീരെ കടുപ്പില്ലാത്തതാണ്. അങ്ങനെ കിറ്റിയായിരുന്നു അപമാനിച്ചു. ശരിയായി കണ്ടിട്ട് മതി. നമ്മളെ ചായ എന്നിട്ട് ഈ പൊടിയോടെ കൂടി കുടിക്കുവോ? കപ്പെടുക്കല്ല. ഇനി ഇത് മുക്കി ആറ്റണ്ടേ? എന്നാ പിന്നെ ഇതിൽ ഒഴിച്ചാല് അല്ലെ ഇതിങ്ങനെ നിക്കില്ലേ? ഗ്ലാസ് വീഴുവോ? വീഴൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഞങ്ങൾ അരിപ്പി എടുക്കാൻ വിട്ടുപോയി. നല്ല ചായ.
ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കണം ഗൈസ്. എന്റെ മകളെ ഒരു പാക്കറ്റ് പാല് ടേസ്റ്റ് ചെയ്യാ നല്ല ടേസ്റ്റ് ഉണ്ട്. തീ കത്തിച്ച് വെച്ചാലേ ഗ്യാസിന് മധുരമില്ല. പൊള്ളിയും വേറെ എന്തൊക്കെയോ ടേസ്റ്റ് ഇല്ലേ? കുഴപ്പമൊന്നുമില്ല. മധുരം കുറവാ, പഞ്ചസാര ഇടണം. നീ അത് കുടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലെടുക്ക്. അപ്പൊ നമ്മുടെ കപ്പയും ചമ്മന്തിയും ഇതാ ചായയൊക്കെ റെഡി ആക്കി നമുക്ക് ഇതൊന്നും കഴിക്കാം. ചമ്മന്തി ഇതെന്താണ് കൊള്ളി പൊഴിച്ചത്. കപ്പ അതൊന്നും ആക്കാണ്ട് ഒരു പൊള്ളി ഇങ്ങോട്ട് തന്നാൽ മതി. തലയിൽ പൂരി അടിക്കും. ഇതാ ഞങ്ങളുടെ ടെസ്റ്ററാണ് ഗൈസ്. ലേൽ താത്ത പിടിക്കാൻ പിടിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ. അടിപൊളി. ഇതൊരു പ്രത്യേക വൈബാണ് ഗൈസ്. ഇല്ലേ? സൂപ്പർ. രമ്യ മതി തിന്നോ. അതെ. അതെ. ഒരു കിഴങ്ങ് കൂടി എടുത്തോളേ. നല്ല ഇഷ്ടമാണല്ലോ. ഗ്ലാസ് കിട്ടാതെ ആയപ്പോ ഒരാൾ ചിരട്ടെ കുടിക്കുകയാണ്. അതെ, അതൊരു വെറൈറ്റി. ചടിയായപ്പോ ഭയങ്കര മധുരം കൂടി. ഇതെന്താവോ? അത് ഞാൻ കുറച്ച് മധുരം കൂട്ടിട്ടു. ഇട്ടൂലേ? യെസ്, ഞാൻ ഇട്ടു. ബാക്കിയൊക്കെ ഞങ്ങൾ ഇതാ സഞ്ചിയിൽ പാക്ക് ചെയ്തു. ഞങ്ങൾ ഇതാ പോവാണ്, മെല്ലെ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അമ്മ വീട്ടിൽ കയറ്റിയ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അത് ഞാൻ യെസ്.